ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പത്തിരി പൊടി കൊണ്ട് പാലപ്പം ഉണ്ടാക്കിയാലോ? അതും 2-3 മണിക്കൂർ മാത്രം ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട്. അത് കൊള്ളാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, വേഗം റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ പോഹയാണിത്, നമ്മുടെ വെളുത്താവൽ. അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇതിന് പകരം 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് പത്തിരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാണ്. ബാക്കിയുള്ളത് നമ്മൾ പിന്നീട് ചേർക്കും. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, അതിന് ശേഷം ഇനി ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. നെക്സ്റ്റ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാവിലോട്ട് ഡയറക്റ്റ് ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ലൈറ്റ് ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും മിക്സ് ചെയ്ത് ഈസ്റ്റും മിക്സ് ചെയ്ത് അത് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി വന്ന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൺസിസ്റ്റൻസി എനിക്ക് കുറച്ചും കൂടെ ലൂസ് ആവണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ അപ്പത്തിന് ഉണ്ടാക്കുന്ന ആ ഒരു തിക്നെസ് ബാറ്ററിന് എത്തുന്നത് വരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു ക്ലിംഗ് ഫിലിം വെച്ചു. ഇത് ജസ്റ്റ് ഒരു പാത്രം വെച്ച് അടച്ചു കൊടുത്താൽ മതിയാവും. ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ താമസിക്കുന്നിടത്തെ ക്ലൈമറ്റ് പോലെ ഇതിൻ്റെ ടൈമിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. മാക്സിമം 3 hours മതിയാവും. അപ്പോഴേക്കന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നു. ഏകദേശം മാവ് ഒരു ട്രിപ്പിൾ ഇൻ സൈസ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എനിക്ക് കുറച്ചും കൂടി തിക്കാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനതിന് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നാമത്തെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമല്ലേ, അയ്യോ കുറച്ച് തിക്കാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി വളരെ ഫോർഗിവിങ് ആണ്. നമുക്ക് സമയമായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കൊരപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ മാവ് ചേർത്തു. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ അപ്പം ചുറ്റിക്കുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്ത് നല്ലത് എയർ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോ 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളപ്പം റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.